നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പലരും കളിയാക്കി വിളിക്കുന്നതാണ് ആൻ്റണിയെ ഗോട്ടെന്ന്. പക്ഷേ ആൻ്റണി അത് കാര്യത്തിലെടുത്ത മട്ടാണ്. യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിലേക്ക് ചേക്കേറിയ ശേഷം അവൻ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റയൽ ബെറ്റീസ് അവൻ്റെ മികവിൽ ഇത്തവണ ലാലീഗ കിരീടം ചൂടുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ നേട്ടങ്ങളിലേക്ക് പോയി കളയുമെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. ലാലിഗയിൽ അവർ 5ാം സ്ഥാനത്താണ്. ഒന്നാമതുള്ള ബാഴ്സയേക്കാൾ 20 പോയിൻ്റ് പുറകിലുമാണ്. പക്ഷേ മോശമല്ലാത്തൊരു കോമ്പറ്റിറ്റീവായിട്ടൊരു പെർഫോമൻസ് അവർ നടത്തുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ആൻ്റണിക്കുണ്ട്. ആൻ്റണി റയൽ ബെറ്റീസിലേക്ക് ചേർന്നതിന് ശേഷം അവിടെ അദ്ദേഹം ഡെബ്യൂ ചെയ്തതിന് ശേഷമുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം റയൽ ബെറ്റീസിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ബെറ്റീസിനായിട്ട് ഏറ്റവും അധികം ഗോൾ അടിച്ച താരം അത് ആൻ്റണിയാണ്. 18 ഗോളുകൾ. ബെറ്റീസിനായിട്ട് ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുത്ത താരം അതും ആൻ്റണിയാണ്. 13 അസിസ്റ്റുകൾ. ബെറ്റീസിനായിട്ട് ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള താരം അതും ആൻ്റണിയാണ്. 31 എണ്ണം. ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത താരം ആൻ്റണിയാണ്. 21 എണ്ണം. ഏറ്റവും അധികം കീ പാസുകൾ അവർക്ക് വേണ്ടി കൊടുത്ത താരം ആൻ്റണിയാണ്. 94 എണ്ണം. ഏറ്റവും അധികം ഷോട്ട് ഓൺ ടാർഗറ്റ് ഈ കാലയളവിൽ അവർക്ക് വേണ്ടി അടിച്ച താരം ആൻ്റണിയാണ്. 58 എണ്ണം. ഏറ്റവും അധികം ഡ്യുവൽസ് ബെറ്റീസിന് വേണ്ടി വിൻ ചെയ്ത താരം ആൻ്റണിയാണ്. 237 എണ്ണം. പോരാ, ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ അവർക്ക് വേണ്ടി ഇക്കഴിഞ്ഞ ഒരു വർഷത്തിൽ നടത്തിയിട്ടുള്ളത് അതും ആൻ്റണിയാണ്. 69 എണ്ണം. സോ ഒരു ഇയർ അദ്ദേഹം ആ ക്ലബ്ബ് ചെലവഴിക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യത്തിലും 1ാം സ്ഥാനത്തേക്ക് ആൻ്റണി എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വാക്കാണ് അവിടെ പ്രധാനപ്പെട്ടത്. ആളുകൾ കളിയാക്കി ഗോട്ട് എന്നങ്ങ് വിളിച്ചത് ആൻ്റണി സീരിയസ് ആയിട്ട് എടുത്ത മട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.